കടിക്കത് മാറി നോക്ക്. ഇവിടെ നോക്കടാ. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഓഫ് രഞ്ജിനി. സോ ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങൾ അൽ ഖ്വൈൻ, എനിക്ക് ശരിക്കും അറിയില്ല പ്രൊനൗൺസിയേഷൻ അതാണോ എന്ന്. നമ്മൾ ഇന്ന് പോകുന്നത് അൽ ഖ്വൈനിൽ സൂവിലേക്കാണ് ഗായ്സ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇത് അൽ ഖ്വൈൻ സൂ വന്നിട്ട് നമുക്ക് ഷാർജയിൽ നിന്ന് ഒരു 30 മിനിറ്റ്സ് ഡ്രൈവൊക്കെ ഉണ്ട്. സോ ആ ഡ്രൈവ് നല്ല അടിപൊളിയായിരുന്നു. റോഡ് വ്യൂസൊക്കെ സൈഡിൽ നല്ല ഫോറസ്റ്റൊക്കെ കാണുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. അത്ര ഡ്രൈ അല്ലാണ്ട് ഒരു കുറച്ചും കൂടി നല്ല വൈബുള്ള ഒരു റോഡായിരുന്നു. സോ അങ്ങനെ നമ്മൾ സൂ എത്തിയിട്ടുണ്ട്. എത്തുമ്പോൾ തന്നെ നമുക്കവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് എടുക്കണം. അഡൾട്ട്സിന് 25 റുപ്പീസും ബേബീന്ന് 25 റുപ്പീസാണ്. ബേബീസ് ലെസ് ദെൻ 1 ഇയർ ആണെങ്കിൽ മാത്രം ഫ്രീ എൻട്രി ഉള്ളൂ. 1 ഇയർ എബോവ് ഉള്ള എല്ലാ ബേബീസിനും എൻട്രി ഫീ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കവിടെ കുറേ ആനിമൽസൊക്കെ ഉണ്ട്. സോ ആനിമൽസിനൊക്കെ നമ്മൾ ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എക്സ്ട്രാ ചെയ്യണം കേട്ടോ. സോ അവിടെ ഒരു ഗ്രാസ് തരും, പിന്നെ ക്യാരറ്റ് തരും. ഗ്രാസിന് ഒരു കെട്ടിന് 5 ദിർഹം പറഞ്ഞിട്ടാണ്. സോ ഞങ്ങൾ അങ്ങനെ 2 കെട്ട് ഗ്രാസും പിന്നെ 2 ബോക്സായിട്ട് ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഗ്രാസൊക്കെ എടുക്കുന്നത് കൊണ്ട് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞെങ്കിൽ, നമ്മളുടെ ബേബീസിനൊപ്പോൾ എസ്പെഷ്യലി ബേബീസിനൊക്കെ ഇപ്പോൾ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഫീഡ് ചെയ്യണമെന്ന് പറയും ബേബീസൊക്കെ. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ക്യാരറ്റ് ആവട്ടെ ഗ്രാസ് ആവട്ടെ എടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ എൻ്റെ സർവ്വക്കുട്ടിക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ എല്ലാ ആനിമൽസിനും ഫീഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതും മക്കൾക്കൊക്കെ ഇത്ര ചെറിയ കുഞ്ഞു ഏജിൽ നമ്മൾ ഈ സ്ക്രീൻ ടൈമൊക്കെ അധികം കാണിക്കാണ്ട് ഇങ്ങനത്തെ സൂവിലൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് കുറച്ചും കൂടെ അവർക്കത് കണക്റ്റ് ആവും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. സോ ഞങ്ങൾ കുഞ്ഞു മുതലേ കുറേ സൂന്ന് വിളിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത് ബാംഗ്ലൂരിലായിരുന്നു. സോ ബാംഗ്ലൂരിലുണ്ടാകുമ്പോൾ നമ്മൾ അടുത്തുള്ള മൈസൂർ സൂ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർവ്വക്കുട്ടിക്ക് ജസ്റ്റ് 1 ഇയർ 1 മന്ത് ആയിരുന്നു ഏജ് കേട്ടോ. ഇപ്പോൾ അവൾക്ക് 3 ഇയേഴ്സാണ്. സോ ഇപ്പോൾ എഗെയിൻ ഞങ്ങൾ സൂന്ന് തന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആൻഡ് സർവ്വക്കുട്ടിക്ക് ആനിമൽസ് എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. എത്രയെന്ന് വെച്ചെങ്കിൽ വീട്ടിലിപ്പോൾ 2 ഡോഗ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നാണുള്ളത് കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി വി ലോസ്റ്റ് 1. ആൻഡ് പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോയെങ്കിലും അവിടെയും പട്ടിയുണ്ട്. പിന്നെ അവിടെ കുറേ ആനിമൽസൊക്കെ കാണാൻ കിട്ടും. പൂച്ചാവട്ടെ പശുക്കളാവട്ടെ, ഇങ്ങനെ ഷീ ഈസ് മോർ ഇൻ ടു ആനിമൽസ് എന്നേ പറയാം കേട്ടോ. ഷീ ലൈക്സ് ആനിമൽ. സോ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനത്തെ ഓരോ ഓപ്പർച്യൂണിറ്റീസും മിസ് ചെയ്യാറില്ല. എനിവേ, നമ്മളിപ്പോൾ അൽ ഖ്വൈനെ പറ്റി പറയാം. ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കുറേ ആനിമൽസ് ഉണ്ട്. ആൻഡ് എല്ലാ ആനിമൽസിനും ഇപ്പോൾ വെറും ബേബീസ് മാത്രമല്ല ടൈം സ്പെൻഡ് ചെയ്യുക, നമുക്ക് പോലും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. നമ്മൾക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഹാപ്പിനെസ്സാണ് കേട്ടോ. ഓൺ ഡേ ഈവനിങ് ഔട്ടിങ് ഇങ്ങനെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല ബ്യൂട്ടിഫുൾ പ്ലേസിലേക്ക് പോകണം. ആൻഡ് നമുക്ക് അവിടെ പോയ ഒരു നല്ല പീസ്ഫുൾ ആയിട്ടുള്ള എൻവയറമെൻറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മാൾസ് അല്ലെങ്കിൽ ഒരുപാട് പൈസയൊക്കെ ചിലവാക്കാണ്ട് നമുക്ക് നല്ല ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ ഈ സൂ ഒരു ബ്യൂട്ടിഫുൾ ഓപ്ഷനാണ്. നമുക്ക് പിന്നെ ഇങ്ങനത്തെ ഗ്രാസൊക്കെ മേടിക്കാൻ ടിക്കറ്റ് കൗണ്ടർ അല്ലാണ്ട് പിന്നെ ഒരു സ്ഥലം കൂടിയുണ്ട്. അവിടെയും പോയിട്ട് നമുക്ക് എക്സ്ട്രാ ഗ്രാസസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം. ഞങ്ങളൊരു ഈവനിങ് 4:30ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അറൗണ്ട് 5:10 നമ്മളവിടെ റീച്ചായി. പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു. ഈ ചൂട് സമയത്ത് അവിടെ പോകുന്നുണ്ടെങ്കിൽ ബെറ്റർ ഒരു 6:30 ആകുമ്പോൾ അവിടെ റീച്ച് ആവുന്ന അങ്ങനെ പോയാലേ മതി. ബിക്കോസ് നല്ല ചൂടാണ്. പുറത്തിറങ്ങി നടക്കുമ്പോൾ നന്നായിട്ട് വേർക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പ്ലേസ് മാത്രം അടിപൊളിയാണ് കേട്ടോ. എല്ലാം ലാൻഡ്സ്കേപ്പിംഗ് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഏത് സൈഡ് നോക്കിയാലും ഒരു ഭംഗിയുണ്ടായിരുന്നു. ആദ്യം നമ്മൾ ജിറാഫിനെ കണ്ടു. അവിടെ കുറച്ചൊക്കെ ഫീഡിങ്ങൊക്കെ കൊടുത്തു. പിന്നെ വന്ന് കണ്ടതാണ് ഇതാണ് ക്രോക്കോഡൈൽ ബേബി ആയിരുന്നു. അത് ആക്ച്വലി വലുതല്ല, ചെറുതായിരുന്നു. അത് കണ്ടിട്ട് സർവ്വക്കുട്ടിക്ക് അത്ര പേടിയൊന്നും തോന്നില്ല. ബിക്കോസ് ക്രോക്കോഡൈലിനെ പറ്റി അത്ര എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് കണ്ടിട്ടും കാണാത്ത പോലെ അത്ര ഇഷ്ടപ്പെട്ടില്ല സർവ്വക്കുട്ടിക്ക്. പിന്നെ മുന്നേ പോവാം, അവിടെ വേറെ എന്തെങ്കിലും കാണണം. ഞാൻ വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ റാബിറ്റ്സ് ഉണ്ടാവും, ഡീർ ഉണ്ടാവും, ഷീപ്സ് ഉണ്ടാവും,
അങ്ങനെയൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതാണ്. അതുകൊണ്ട് ഷി വാസ് വെരി എക്സൈറ്റഡ് ടു സീ മോർ സച്ച് അനിമൽസ് ലൈക്ക് റാബിറ്റ്സ് ആൻഡ് ഡിയർ ആൻഡ് ഷിപ്സ് ആൻഡ് ഓൾ. പിന്നെ ഇവിടെ ഒരുപാട് കിളികളിനെ കാണാൻ കിട്ടും കേട്ടോ. എനിക്കിവിടെ അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർട്ടായിരുന്നു. ബിക്കോസ് നമ്മളിപ്പോൾ വരുമ്പോൾ തന്നെ അവിടെ രണ്ട് കണ്ടില്ലേ, ഇതിന് എന്ത് പറയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അത് ഞാൻ പിന്നെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് എനിക്കും അത് പുതിയതായിട്ടുണ്ടായിരുന്നു. ഈവൻ സെറോക്കുട്ടിക്കും അത് പുതിയതായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ കിളികളുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ബേർഡ്സ് വളരെ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് എവിടെ പോയാലും ഇങ്ങനത്തെ ഒരു പ്ലേസ് കണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് പോയിട്ട് ആ ബേർഡ്സിനെ എടുക്കാൻ നോക്കും. അങ്ങനെ അവരും കൊണ്ട് എൻ്റെ മീത്ത് ആ ബേർഡിനെ വെച്ചപ്പോൾ ഐ വാസ് വെരി ഹാപ്പി ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ഡാൻസിങ് ആസ് വെൽ. അത് നന്നായിട്ട് ഡാൻസ് കളിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊരു കാണാൻ നല്ല ഭംഗിയായിരുന്നു. ആൻഡ് ശ്രീജിത്തിൻ്റെ അടുത്ത് കൊടുത്ത ബേർഡ് ഈവൻ മോർ ബ്യൂട്ടിഫുൾ എന്ന് പറയാം. പിന്നെ ഈ ബേർഡ്സിനൊക്കെ നമ്മളിങ്ങനെ എടുത്ത് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ എക്സ്ട്രാ ചാർജസ് ഒന്നും ഇല്ല കേട്ടോ. അത് നമ്മളുടെ എൻട്രി ഫീസിൽ തന്നെ ആഡ് ആയിട്ടുണ്ട്. സരോക്കുട്ടിക്ക് പേടിയായിരുന്നു കേട്ടോ. എൻ്റെ മേത്ത് വെച്ചപ്പോഴും ശ്രീജിത്തിൻ്റെ മുകളിൽ വെച്ചപ്പോഴും സരോക്കുട്ടി പേടിച്ചിട്ടാണ് ബാക്കിൽ പോയി നിൽക്കുന്നുണ്ടായിരുന്നത്. ഷി വാസ് നോട്ട് ലൈക്കിങ്, മീൻസ് ഷി വാസ് സ്കേർഡ്. ബട്ട് എനിക്ക് ഐ വാസ് ലൈക്ക് ഡാൻസിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആൻഡ് ബ്യൂട്ടിഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്കൊരു ഡൗട്ട്, ഇതൊക്കെ എവിടെയും പറന്നു പോവില്ലേന്ന്. നല്ല ട്രെയിൻഡ് ആയിരിക്കും മേ ബി, ബട്ട് സ്റ്റിൽ ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഐ വാസ് വെരി ഈഗർ ടു സീ ദിസ് മാൻ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് റീൽസും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരാങ്കൂട്ടനെ കാണണമെന്നുള്ളത്. പക്ഷേ ഹി വാസ് നോട്ട് ആക്റ്റീവ്. ഇങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു. ഹി വാസ് നോട്ട് ഇൻ ദ മൂഡ് എന്ന് പറയാം. അങ്ങോട്ട് നോക്കുക ഇങ്ങോട്ട് നോക്കുക. ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളുടെ ഒപ്പം കൈ പിടിച്ച് നടക്കും, അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും, ചാടി കളിക്കും ഒക്കെ. പക്ഷേ ഹി വാസ് വെരി ക്വയറ്റ്. അതൊരു കുറച്ച് എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടോ. ഐ വാസ് എക്സ്പെക്റ്റിംഗ് മോർ, ബട്ട് അവിടെ പോയപ്പോൾ അവൻ ചുമ്മാ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരുപാട് ആനിമൽസ് ഉണ്ട് കേട്ടോ. സോ ഇത് ലെമൂറാണ്. ലെമൂറിൽ ടോട്ടലി മോർ ദൻ 100 ടൈപ്സ് ഓഫ് ലെമൂർസ് ഉണ്ട് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഇത് വൺ ഓഫ് ദെം. പക്ഷേ ഇത് കണ്ടിട്ടും ഷി വാസ് നോട്ട് ദാറ്റ് എക്സൈറ്റഡ്. അവൾക്ക് മെയിനായിട്ട് ജിറാഫ് ഇഷ്ടമാണ്, ഹോർസാണ് ഇഷ്ടം, ക്യാമൽ, ഇങ്ങനത്തെ വലിയ വലിയ ആനിമൽസാണ് ഇഷ്ടം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, ഇങ്ങനെ പോകുമ്പോൾ ഓരോന്നെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് അവൾക്കും പറഞ്ഞു കൊടുത്തിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. പിന്നെ നല്ല ടയേർഡാവും പോകുമ്പോൾ. പ്രത്യേകിച്ച് നമുക്ക് സൺസ്ക്രീൻ ഇടണം. സൺസ്ക്രീൻ ഇടാണ്ട് ഇപ്പോൾ സമ്മർ ടൈമിൽ പോകുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഇടാണ്ട് പുറത്തിറങ്ങേ വേണ്ട. ബിക്കോസ് നല്ല ചൂടുണ്ട്. ചൂടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈവൻ ആഫ്റ്റർ 6:30 ഇൻ ദ ഈവനിങ് ഓൾസോ നമ്മൾക്ക് നല്ല ചൂടെടുക്കും. സോ പെട്ടെന്ന് ആവുന്നത്ര നമ്മൾ കവർ ചെയ്തിട്ട് പോണതാണ് ബെറ്റർ. നല്ല പ്ലേസാണ് വന്നിട്ട് നോക്കാൻ. സോ പ്ലാൻ ചെയ്യുന്ന ഒരു വീക്കെൻഡിൽ എന്തായാലും പ്ലാൻ ചെയ്യാം. എനിക്ക് ഇവനെ കാണുമ്പോൾ എൻ്റെ ആദിനെയാണ് ഓർമ്മ വരുന്നത്. ആദി ഈസ് മൈ ഡോഗ്. അവനും ഇത്ര വലുതാണ്. ഈസ് എ ഗോൾഡൻ റിട്രീവർ കേട്ടോ. എനിക്കിവനെ കാണുമ്പോൾ അവൻ്റെ ആക്ടിവിറ്റീസൊക്കെ കണ്ടപ്പോൾ ഞാനപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഇവനെ കാണുമ്പോഴൊക്കെ ആദിനെ കണ്ട പോലെ ആവുന്നുണ്ട് എന്ന്. ആൻഡ് അത് കഴിഞ്ഞിട്ട് കുറേ ടൈഗർ, ലയൺ, ഇങ്ങനെ പാവം അതുകളുടെയൊക്കെ അടച്ചിട്ടിട്ട് ഈ ചൂട്ടത്ത് നമുക്ക് തന്നെ പറ്റുന്നില്ല. അതൊക്കെ എങ്ങനെ അവിടെ സർവൈവ് ആവുന്നുണ്ടെന്ന് എനിക്ക് കുറച്ചും അറിയുന്നില്ല കേട്ടോ. പക്ഷേ ഇറ്റ് വാസ് ഗുഡ്. കുറേ ടൈപ്പ് ഓഫ് ആനിമൽസ് നമുക്ക് കാണാൻ കിട്ടി. നമുക്കിതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ പ്ലേസ് ഉണ്ടല്ലോ, അതാണ് ഒരു നല്ല ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ഞാൻ പറയാം. ആൻഡ് ഇവൻ ഉണ്ടല്ലോ, ഹീ വാസ് ദ ലീഡർ ഓഫ് ദ ഗ്രൂപ്പ്. ഇവൻ ഒരു ആൽഫ തന്നെ, വലിയ ആൽഫ തന്നെ എന്നെ പറയാം. ബിക്കോസ് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോഴും വേറെ ഏതിനും ഗ്രാസ് കഴിക്കാൻ വിടില്ല. ഇവൻ തന്നെ വന്നിട്ട് കഴിക്കുമായിരുന്നു. വേറെ അടുത്ത് പോകുന്നുണ്ടെങ്കിലും പോലും വിടുന്നുണ്ടായിരുന്നില്ല. പോവുക, അവരുടെയൊക്കെ പേടിപ്പിച്ചിട്ട് ഇവൻ തന്നെ മേടിച്ച് കഴിക്കുമായിരുന്നു. ഇത് ഞാൻ എന്തായാലും ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പും കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആൻഡ് അത് നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പോകുമ്പോൾ നമ്മളെ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് വരിക, ആ ഗ്രാസ് വേണമെന്ന്. ഞാൻ എൻ്റെ കയ്യിൽ ഗ്രാസ് വെച്ചിട്ടുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പോണവിടൊക്കെ ഞാൻ വെറുതെ നോക്കുക, പോവുക, അത്ര തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ മനസ്സിലായത് എൻ്റെ കയ്യിലും കുറച്ച് ഗ്രാസ് ഉണ്ട്, അത് ഞാൻ കൊടുത്ത് തീർക്കണം എന്നുള്ളത്. ഞാൻ പകുതി പോയ പിന്നെയാണ് ആ ഗ്രാസ് കൊടുക്കാനേ തുടങ്ങിയത്. ബിക്കോസ് സ്റ്റാർട്ടിങ് ഞാൻ ക്യാരറ്റൊക്കെ കൊടുത്തു. പക്ഷേ ഈ ഗ്രാസൊക്കെ അങ്ങനെ തന്നെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ കൊടുത്ത് ഞാൻ തീർത്തു. എന്തായാലും അത് തീർത്തിട്ടാണ് വന്നത്.
ഇത് കണ്ടോ, ഞാൻ അവൻ അവോയ്ഡ് ചെയ്തിട്ട് ഇപ്പുറത്തുള്ള 2 ആനിമലിന് കൊടുക്കണം പറഞ്ഞിട്ട് ഗ്രാസ് കൊടുക്കണമെന്ന് വന്നതാണ്. അവൻ വന്നിട്ട് അവനെ പേടിപ്പിച്ചിട്ട് അയച്ചു കേട്ടോ. ഓ മൈ ഗോഡ്, ഹി വാസ് വെരി വെരി ഡേഞ്ചറസ് ഫെലോ. ആൻഡ് ആൽഫ ആണല്ലോ, എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും മേ ബി. അത് ആനിമൽസിനെ പറ്റി കംപ്ലീറ്റഡ് അറിയുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. എനിക്ക് അത്രയ്ക്കൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ ഇ വാസ് ലുക്കിംഗ് ക്യൂട്ട് അല്ലേ, എനിക്കിഷ്ടപ്പെട്ടു അവൻ്റെ ആ മുഖം സ്ട്രക്ചറൊക്കെ, ആ ഫേസ് ഫീച്ചേഴ്സൊക്കെ നല്ല ഉണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു അവനെ കാണാൻ. അങ്ങനെ സർവ്വക്കുട്ടിയെ എൻജോയ്ഡ്. എന്താ പറഞ്ഞാൽ അവൾക്ക് ഇങ്ങനത്തെ വലിയ വലിയ ആനിമൽസിനാണ് ഇഷ്ടം. ആൻഡ് അങ്ങനെ നമ്മൾ ഒരുപാട് ആനിമൽസിനെ കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. ആർക്കൊക്കെ ഇവിടുന്ന് ഷാർജയിലുണ്ടോ ഇല്ല നിയർ ബൈ ഷാർജ അല്ല ദുബായ് എവിടെ ഉണ്ടെങ്കിലും പോലും കിഡ്സിനെ കൊണ്ടുപോയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണ് അൽ ക്വൈൻ സൂ. ഓക്കെ, സോ ബെറ്റർ യു ക്യാൻ ഗോ ഇഫ് യു വാണ്ട്, യു ക്യാൻ ഗോ. ആൻഡ് ഇത് പശു, ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഷോർട്ട് ലെഗുള്ള പശുവിനെ കാണുന്നത്. വെരി ഷോർട്ട്, ഇതൊക്കെ കണ്ടില്ലേ വലുതുണ്ട്, പക്ഷെ അവന് നല്ല ഷോർട്ട് ലെഗായിരുന്നു. നമ്മളുടെ ഈ നാട്ടിലൊക്കെയുള്ള ഡാഷ് ഡോഗ്സ് വരില്ലേ, അതിനെ പോലെ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ക്യൂട്ടായിരുന്നു, കാണാൻ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ ഇടയ്ക്കാണ് ഞാൻ ഷീപ്പ് ഡിറ്റക്റ്റീവ് മൂവി കണ്ടത്. അതുകൊണ്ട് ഞാൻ ഇവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. എനിക്ക് അവരെ കാണുമ്പോഴൊക്കെ ഞാൻ ആ മൂവിയിൽ വരുന്ന ക്യാരക്ടേഴ്സിന് ഞാൻ റീകോൾ ചെയ്യുമായിരുന്നു കേട്ടോ. അതിൽ ലില്ലി മെയിൻ ക്യാരക്ടർ, ഓ മൈ ഗോഡ് നല്ല ഉണ്ടായിരുന്നല്ലോ. ആരൊക്കെ ആ മൂവി കണ്ടിട്ടില്ല, പ്ലീസ് ഡു വാച്ച്. ഇറ്റ്സ് എ ഗുഡ് മൂവി, വെർത്ത് വാച്ചിങ് എന്നെ പറയാം. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. അത്രയും നമ്മളിനെ വെറുപ്പിക്കുന്നില്ല, ലൈക്ക് ക്രൈം ത്രില്ലർ പോലെയോ അങ്ങനെ വെറുപ്പിക്കുന്നില്ല. കുട്ടികളിനൊക്കെ വെച്ചിട്ട് കാണാനുള്ള ഒരു ബ്യൂട്ടിഫുൾ മൂവിയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ട് മൂവിൻ്റെ റിവ്യൂ വരെ എത്തി. സോ ദാറ്റ്സ് ഓക്കെ. എനിവേ, നമുക്ക് എന്തായാലും ഇത് നോക്കാം. ആൻഡ് ഇതിൻ്റെ കൊമ്പ് കണ്ടില്ലേ, നല്ല ട്വിസ്റ്റായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു കാണാൻ. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിയേഴ്സ് ആൻഡ് ഷീപ്സ്, ഗോട്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെന്തായാലും നല്ല ഇവൻ്റെ കൊമ്പ് കണ്ടില്ലേ എത്ര സ്ട്രൈറ്റാന്ന്. വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അവർക്കൊക്കെ പാവം ചൂട് സഹിക്കാനാവാണ്ട് അവിടെ നോക്കുന്നവർ നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വെള്ളം താഴെ നിലത്തിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ലൈക്ക് അവർക്ക് കാലൊക്കെ ചൂട് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇല്ല ബോഡിക്ക് അത്ര ചൂട് തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവർക്ക് നന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നു, അവർ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അവിടെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത്ര ആനിമൽസ് ഉള്ള സ്ഥലം വേറെ സ്ഥലത്തൊക്കെ പോയി നോക്കുമ്പോൾ ലൈക്ക് അവർ ഒരേ സ്ഥലത്തേക്ക് നിർത്തി വയ്ക്കുന്ന ആനിമലിൻ്റെ സ്ഥലത്ത് ഒരു ബാഡായിട്ട് സ്മെല്ലുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ വേസ്റ്റൊക്കെ അവിടെ തന്നെ ആയിരിക്കും. ചിലവിടെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത സ്ഥലങ്ങൾ, അങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ബ്യൂട്ടിഫുള്ളായിട്ട് നീറ്റായിട്ട് വെൽ മെയിൻറ്റെയിൻഡ് പ്ലേസാണ്. അങ്ങനെ നമ്മളുടെ പുള്ളിമാനെയും കണ്ടു. എനിക്ക് അത്രയും കണ്ടിട്ട് നമ്മൾക്ക് ഈ പുള്ളിമാനെ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക ബ്യൂട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത് നല്ലൊരു ബ്യൂട്ടിഫുൾ ക്രിയേച്ചർ എന്ന് ഞാൻ പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആനിമലാണ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ കുറേ ഡോങ്കീസിനൊക്കെ കണ്ടു. ഡോങ്കിനെ കണ്ടിട്ട് സർവ്വകുട്ടി പറയായിരുന്നു ഇത് ഹോർസ് അല്ലേന്ന്. ലൈക്ക് ഷി വാസ് കൺഫ്യൂസ്ഡ്, ഹോർസ് ആൻഡ് ഡോങ്കി അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അടിപൊളി സ്ഥലം. സർവ്വകുട്ടി എങ്ങനെയുണ്ട്? പൊട്ടിച്ചു. സോ സ്ഥലം നല്ലുണ്ട് കേട്ടോ, നമ്മൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. കുറേ ആനിമൽസ് ഉണ്ട്. കുറച്ചൊക്കെ ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ കുറച്ച് ബൂസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത ആനിമൽസിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഇപ്പം അതിൻ്റെ ഉള്ളിൽ വിടും നോക്ക്, ഓടിപ്പോകും നോക്ക്. അയ്യോ വീഴോ. അവരവളെ ഒറ്റയ്ക്ക് വിടുന്ന് പറഞ്ഞിട്ട് പറയുമായിരുന്നു. അതാണ് അവിടെ ഡിസ്കഷൻ നടക്കുന്നുണ്ടായിരുന്നത്. പിടിച്ചോളൂ അല്ലേ, പിടിച്ചോട്ടാ. ഫസ്റ്റ് ടൈമാണ് സർവ ഒറ്റയ്ക്ക് ഹോർസ് റൈഡിങ് പോകുന്നത്. 3 ഇയേഴ്സിന് മുകളിലുണ്ടെങ്കിൽ ആ ഒരു ഒറ്റയ്ക്ക് മാത്രമേ അലോ ചെയ്യുള്ളൂ, പേരൻസിന് അലോ ചെയ്യില്ല എന്ന് പറഞ്ഞു. സ്റ്റാർട്ടിങ് ഐ വാസ് സ്കാഡ് കേട്ടോ, എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അവൾ ഇരിക്കുമോ ഇല്ലേന്നുള്ളത്. പക്ഷേ
അവൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ആ ഒരു ആറ്റിറ്റ്യൂഡ് ലുക്കൊക്കെ തന്നിട്ട് ഷി വാസ് ഹാപ്പി. കൂടെ നമ്മൾ ഒറ്റയ്ക്ക് പോയോ? എങ്ങനെ വലിയ കാഴ്ച అది బాగా ఓపెన్ చేసింది కానీ ഫുൾ ഡാൻസ്. പോവാല്ലേ? ഇരുട്ടാ. പിന്നെ ഇതുപോലെ ഒരു കേവ് ഉണ്ടായിരുന്നു. അത് വൺ സൈഡിൽ നിന്ന് ഇഞ്ഞൊരു സൈഡിലേക്ക് നമുക്ക് പോകാനുള്ള ഒരു ഷോർട്ട് കട്ട് വേ പോലെയാണ്. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കേവ് പോലെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് തണുപ്പുണ്ട്. നല്ല ടെക്സ്ചേർഡ് ആയിട്ടുള്ള കല്ലൊക്കെ വെച്ചിട്ടാണ് അവരുണ്ടാക്കിയത്. അത് നല്ല ഒരു സ്ഥലമായിരുന്നു. നല്ല ചൂടത്തിൽ നടന്നിട്ട് ആ ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം വേണമെങ്കിൽ ഇതാവാം കേട്ടോ. അതിനുള്ളിൽ കുറച്ച് നമുക്ക് തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് നമുക്ക് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം. പിന്നെ അവിടെ നിന്ന് വന്നെങ്കിൽ എഗെയിൻ നമ്മൾ ഈ സ്ഥലത്ത് തന്നെ വന്നിട്ട് ജോയിൻ ആവും. പിന്നെ ചീത്താസ് ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടില്ല, കിതയ്ക്കുന്നത്. നല്ല ചൂടാണ്, അത്രയും ചൂടാണ്. ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ പോയി കിടന്നിട്ട് എണിച്ച് വരുന്നുണ്ടായിരുന്നില്ല. അത്ര ആക്റ്റീവായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചില ആനിമൽസ് മാത്രം കുറച്ച് ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കപ്സ് ഉണ്ടല്ലോ, പാവ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. 3 കപ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ചീത്ത ഇതും ഞാൻ വന്നവിടം തൊട്ട് നോക്കുമായിരുന്നു. ഓരോരോ സ്ഥലത്ത് പോയിട്ട് വെറുതെ കിടക്കുക. അത് എണിച്ച് നടന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല അവിടെ പോയ പിന്നെ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബേർഡ്സൊക്കെ ഉണ്ടായിരുന്നു. നല്ല സൺസെറ്റ് സമയമായതുകൊണ്ട് ഈ ഫ്രെയിം ഉണ്ടല്ലോ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു കോഴിനെയാണ് ഞാനവിടെ കണ്ടത്. ഇത് കണ്ടില്ലേ, എന്ത് ഫ്ലഫി ആയിട്ടുണ്ട് എന്ന്. അതിൻ്റെ മുഖം എവിടെ ഉണ്ടെന്ന് പോലും കാണുന്നില്ല. അത്രയും നല്ല ഉണ്ടായിരുന്നു. നല്ല വൈറ്റ്, പ്യുവർ വൈറ്റ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറെ ഒരു ഷോപ്പൊന്നും ഇല്ല കേട്ടോ. ഇത് ഒരേ ഒരു ഷോപ്പ് അവിടെ കാണാൻ കിട്ടുള്ളൂ. ഒരു ചെറിയ ഷോപ്പാണ്. അവിടെ നമുക്ക് വേണ്ട ടോയ്സൊക്കെ, ബേബീസിന് വേണ്ട ടോയ്സൊക്കെ ഉണ്ടാവും. അതൊക്കെ വാങ്ങാൻ ഇഷ്ടമുള്ളവർ വാങ്ങാം. സോ ഇത് എഗെയിൻ പിന്നെ വന്നത് ലാമോറിൻ്റെ ഒരു ടൈപ്പാണ് ഇത്. ഒരുപാട് ടൈപ്സ് ഇവിടെ എനിക്ക് കാണാൻ കിട്ടി കേട്ടോ. നല്ല ഉണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല പാവം തോന്നി കേട്ടോ. ഞാനിങ്ങനെ എല്ലാവർക്കും ഗ്രാസൊക്കെ കൊടുത്തിട്ട് ഒരു ഫ്രെയിമിൽ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. കാണാൻ എന്ത് ഭംഗിയല്ലേ, എങ്ങനെ നിന്ന് ആ ഗ്രാസ് കഴിക്കുന്നത് കാണാൻ നല്ല ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. ഈ പൊമേറിയൻ ഡോഗ്സ് ഉണ്ടാവില്ലേ, അതിന് കണ്ട പോലെ ആവുന്നുണ്ടായിരുന്നു. പക്ഷെ അതെന്താണെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. പിന്നെ എഗെയിൻ ലാമോർ, ഇതൊരു ബേബി ആയിരുന്നു, ചെറുത് കുഞ്ഞായിരുന്നു. കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. കണ്ണൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് പിന്നെ നമ്മൾ തിരിച്ച് അതേ സ്ഥലത്തേക്ക് വീണ്ടും എത്തി. ഇതൊരു നല്ല സൺസെറ്റ് ആ സമയത്ത് ഇത് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സൺലൈറ്റ് അടിക്കുമ്പോൾ പ്രത്യേക ബ്യൂട്ടി ആയിരുന്നു. സോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. എഗെയിൻ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് വന്നെത്തി. ജിറാഫ് തൊട്ട് തുടങ്ങി ജിറാഫിലേക്ക് വന്ന് എൻഡ് ചെയ്തു. ഇനിയും ഇതിൽ കുറേ സാധനങ്ങൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടാവാം. ബിക്കോസ് സർവ്വക്കുട്ടി അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. ലാസ്റ്റ് അവൾ ഫുൾ ടയേർഡായി. അവൾ മാത്രമല്ല, നമ്മളെല്ലാവരും ടയേർഡായി. നല്ല ചൂടായിരുന്നു. അതത്ര കണ്ട് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റും കാണാൻ കിട്ടി. വരുന്ന വഴിക്ക് സൺസെറ്റും കണ്ട് ആ ജേർണി ഒന്ന് എൻജോയ് ചെയ്തു. ഞങ്ങളുടെ ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് ആൻഡ് ബ്യൂട്ടിഫുൾ വീക്കെൻഡ് നമ്മളിവിടെ എൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഇതാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു കമൻറ്റ്. എന്തെങ്കിലും റോങ് ഉണ്ടെങ്കിലോ കമൻറ്റിൽ എനിക്ക് അറിയിക്കുക. ആൻഡ് എന്തെങ്കിലും ഞാൻ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുക. നെക്സ്റ്റ് വീഡിയോ തൊട്ടിട്ട് ഞാൻ അതെന്തായാലും ക്ലിയർ ചെയ്തിട്ട് അതിനെ ഞാൻ കറക്റ്റ് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ വ്ളോഗായിട്ട് വീണ്ടും കാണാൻ വരാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ് ലൈഫ് സ്റ്റൈൽ ഓഫ് രഞ്ജിനി. ബൈ, ടേക്ക് കെയർ.